മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആജീവനം നൽകിയില്ലെന്ന പരാതിയിൽ ഡിഎംഒയുടെ പരിശോധന ഇന്ന് നടക്കും. മരിച്ച ദിക്ഷലിന്റെ അയൽവീട്ടിൽ നിന്ന് മൂർഖനെ പിടികൂടി. ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട ദിക്ഷലിന്റെ വീടിന് പാമ്പിന്റെ ശല്യം രൂക്ഷമാണ്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അത് നിർണായകമായൊരു ദിവസമാണ്. ഇന്ന് ഡിഎംഒയുടെ പരിശോധന നടക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദിക്ഷലിന്റെ അയൽവീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ പിടികൂടി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അനുശ്രീ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി സൂപ്രണ്ട് ഡിഎംഒയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത്. റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ആജീവനം നൽകുന്നതിന് വേണ്ടിയിട്ടുണ്ടായ തടസ്സം എന്ന് പറയുന്നത് ഈ പാമ്പ് കടിയേറ്റതാണോ എന്നുള്ള സംശയം നിലനിന്നിരുന്നു. രക്തപരിശോധനയിൽ ഉൾപ്പെടെ വിഷത്തിന്റെ അംശം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഡിഎംഒ ആശുപത്രിയിലെത്തി ജീവനക്കാരിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മരണം നടന്ന ദിക്ഷലിന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഇതുപോലെ ഒരു വിഷപ്പാമ്പിനെ പിടികൂടിയിരുന്നു. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ചതുപ്പ് പ്രദേശമാണ്. മാത്രമല്ല ചുറ്റും കാട് കയറിയ ഒരു പ്രദേശം കൂടിയാണ്. ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ ഷീറ്റ് കൊണ്ട് മറച്ച ഒരു വീട്ടിൽ നിലത്ത് കിടന്നുറങ്ങിയിരുന്ന ദിക്ഷലിനെ പാമ്പ് കടിയേറ്റത്. ഈ സംഭവത്തിൽ ഈ പ്രദേശമാകെ വളരെ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ആശുപത്രി ജീവനക്കാരിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായ ഒരു അനാസ്ഥ കാരണമാണ് മരണം സംഭവിച്ചതെന്ന് ഒട്ടടങ്കം ആൾക്കാരും ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഈ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഇദ്ദേഹവും ആവശ്യപ്പെട്ടത് ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കാലങ്ങളായി കഴിഞ്ഞു വന്നിരുന്ന ഈ കുട്ടിയെ ഗവൺമെന്റും ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം അവഗണിക്കുകയായിരുന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അതുപോലെ തന്നെ കുട്ടിയുടെ കുടുംബത്തിന് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ഒക്കെയുള്ള ധനസഹായങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആശുപത്രിയുടെ അനാസ്ഥ സമ്മതിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം കൂടി ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അനുശ്രീ.